സൂര്യനാഥ്. ഭാഗം 13. ഭാരത പൗരനായി പറയുന്നു. സമൂഹവും ഭജനം ഒരു മതത്തിനെ തീണ്ടിയല്ല, പണി ചെയ്യുന്ന ശരീരത്തിന് കൂലി. ഭക്തിമാർഗത്തിലും ലോക മതവിശ്വാസികൾക്കും മനസ്സിലാക്കാം. ആത്മോപദേശ ശതകം. ശരീര വഴിയിൽ ഭക്തി ഉണ്ടാക്കുന്നത്. 5-ാം കുറിപ്പ്. ശിവപുരാണം ഭജനം നോക്കി എഴുതിയത്. ശിവപുരാണം. സീമയിലില്ല ഇതിൻ്റെ ഫലം. മാമുനി ശ്രേഷ്ഠന്മാരെ സോമശേഖരൻ കാമദായകൻ സദാനുനം. 5 വാക്ക്. ഇങ്ങനെ പറയുമ്പോൾ സീമയിലല്ല, പുറമേ അല്ല ഈ വാക്ക്. മാമുനി ശ്രേഷ്ഠന്മാർ. അങ്ങനെ വരുമ്പോൾ നാരായണ ഗുരു ഭാര്യ, സ്വത്ത്, ധനം ഒഴിവാക്കി കോടതിയിൽ വരെ എത്തിയത്. ഗുരു പോയില്ല, അതിൻ്റെ ചിട്ട അങ്ങനെയായി. സംസ്കൃതം പറയുന്നു. ഇന്ന് ലോകം ഭജനമായി എഴുതിയത് മൊത്തം പറയുന്നു സീമയിൽ ഉള്ളതിന്. സീമയിൽ ഉള്ളത് പുറമേ കാണുന്ന വസ്തു, അത് നമുക്കും ഉപയോഗിക്കുന്നത്. അതിൽ ഭക്തി ഉണ്ടാകുകയില്ല. ചിന്തിച്ച് നോക്കൂ. ഇവിടെ ശരീരത്തിനെ പറയുന്നു. മുനി ആയ ശ്രേഷ്ഠന്മാർക്ക് ഉള്ള ഭജനമാണ് ഇത്. അങ്ങനെ വരുമ്പോൾ അകമുഖ കാഴ്ച. ഇവിടെ സീമയിലല്ല മാമുനി ശ്രേഷ്ഠന്മാരെ. അപ്പോൾ ഇവിടെ എഴുതുന്ന ശരീരത്തിനെ കുറിച്ച് ആകണം. അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ച് വന്നതിൻ്റെ ഗുണം. പണ്ഡിതനായി മുനിയായി വന്നത്. സോമശേഖരൻ. സോമശേഖരൻ. ശേഖരൻ സോമം സൂര്യൻ, ശേഖരൻ ചന്ദ്രശേഖരൻ, സോമശേഖരൻ. വലത് കണ്ണിന് സൂര്യചിഹ്നം എല്ലാ ശരീരത്തിനും ഉണ്ട്. അത് നോക്കണം, നോക്കിയാൽ കാണും. പുരുഷൻ, മായയ്ക്ക് അധിപതി. കാമദായകൻ. വലത് കണ്ണ് കീഴ്പീലി, ചൂട് കയറുന്നത്. അത് സദാശിവൻ, പരാശക്തി, ശക്തി, ശിവൻ, പ്രവർത്തനം. 36 തത്വത്തിൽ 32-ാം തത്വത്തിലിരുന്ന് വരുന്നത്. ഇതും ഈ 4 വാക്ക് 32-ലിരുന്ന് 36, 32-ലിരുന്ന് ഇവിടെ ഈ പറയുന്ന വാക്ക് മുകളിലെത്തുമ്പോൾ കണ്ണിലിരുന്ന് ജനിക്കണം. ജനനം, സുടലെ, തീ ചൂട് ആക്കുന്നത്, താപതപസ്, അതിന് തുടക്കം. ഇങ്ങനെ കാണുമ്പോൾ അത് 36 തത്വം. കുടുംബ ഭാര്യബന്ധം പുലർത്തുമ്പോൾ മറുജനനത്തിന് 36 തത്വം. ഈ ശുക്ലം ത്രസിക്കുമ്പോൾ കൺപീലി ചൂട്, കണ്ണ് ചുമക്കും. അങ്ങനെ അനുഭവമുള്ളവർക്ക് നോക്കാം കണ്ണാടി. ആ സാഹസികം കഴിഞ്ഞു. സദാനുനം. അപ്പോൾ സോമശേഖരൻ പറഞ്ഞു, കാമദായകൻ പറഞ്ഞു. സദാനുനം എപ്പോഴും നമ്മുടെ നടുനെറ്റിയിൽ, ശരീരച്ചൂടിൽ, ആകാരസത്തിൽ തുടിപ്പ് ഉണ്ടാവും, ചിന്ത ഉണ്ടാവും എപ്പോഴും. അത് മനസ്സിൻ്റെ ഇത്, പല മനസ്സ് ചിന്ത, അത് ഒന്നാകണം. അതിന് നിങ്ങളുടെ ശരീരത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ
ഇവിടെ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച്. ചട്ടമ്പി സ്വാമി ഈ തത്വത്തിൽ ആത്തോമോപദേശ ശതകം എഴുതി. സമാധി കാണത്തതിന് പ്രവർത്തനാര് എന്ന് പറയുന്നത് ഈ വക എഴുതിയത് കൊണ്ട് അത് ശരീരത്തിൽ പ്രവർത്തിച്ച് എഴുതി സമാധി നേടുവാൻ ഇത് ഇരിക്കണം. അതിന് താമസിച്ചത് കൊണ്ട് പറഞ്ഞതാണ് ആ വർത്തമാനം. ഇവിടെ പ്രാണായാമ ചൂട് എത്തുന്നതിൽ ചലനം കാണണം പഞ്ചേന്ദ്രിയത്തിന്. അപ്പോൾ ചരാചരൻ, തരണിത്തരൻ, തരാതരൻ അർത്ഥം ആകാശം, ഭൂമി, ശരീരം. ചരാചരൻ ആകാശം, ധരണിധരൻ ഭൂമി, തരാതരൻ ഓരോരു ശരീര പ്രവർത്തനം, അഹഭൂത ശക്തി. ഇവയിൽ സൂര്യചൂട്, വായു, ശരീരലോകം. തരാതരൻ ദശവായുക്കൾ, ദശനാടികൾ പ്രവർത്തിക്കുന്ന ശരീരം. ഇവിടെ പ്രാണായാമച്ചൂട് അതിൽ കയറ്റണം സ്ഥാനം നോക്കി. അപ്പോൾ ഉലകർ ഉറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും മിതമൊക്കെയും മുറ്റു പാർത്ത് നിൽക്കും. വിലമതിയാരു വിളക്കുദിക്കുകയും പിൻ പൊലികയും മില്ലത് കണ്ടുപോയിടണം. ഉലകർ ഉറങ്ങി ഉണർന്നു. അപ്പോൾ മനസ്സ് ഇവിടെ പ്രാണായാമച്ചൂടിൽ തളരും, നടുനെറ്റി. അപ്പോൾ ചിന്ത, മനസ്സ് ചിന്തിക്കുന്നത് തളർന്നാൽ സ്വയം മയക്കം വരും, ശരീരം നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ പലതും ഇതുമൊക്കെയും ദശനാടി, ദശവായുക്കൾ പ്രവർത്തനം. ആദ്യ ചൂട് ഏൽക്കുമ്പോൾ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും, ഒന്നും ഇല്ലാത്ത അവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെയും ആ പ്രാണായാമ ചൂട് കയറ്റുന്നതിൽ വിലമതിയാതെ വിളക്കുദിക്കുകയും പിൻ പൊലിയുകയുമില്ലത് കണ്ടു പോയിടണം. ഉലകർ ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും. ചിന്ത മനസ്സ്. പ്രാണായാമ ചൂട് കൊള്ളുന്നതിൽ പല അവയവയങ്ങൾ, നാഡി ഞരമ്പുകൾ പലത് ഒക്കെയും തളർന്ന് നിൽക്കും മയക്കം കൊണ്ട്. അത് ഉണർന്ന് വരണം ആദ്യ അനുഭവം കൊള്ളുന്നത് കൊണ്ട്. ശരീരം ഒന്നിനും വയ്യാത്ത അവസ്ഥ. വീണ്ടും പ്രാണായാമ ചൂട് ശക്തി മൂലത്തിൽ സൂര്യക്കതിർ നിറമായ വിളക്ക് ഒളി അവിടെ കയറണം. അപ്പോൾ അത് പിന്നെ പൊലിയുകയും ഇല്ല. മൂലത്തിൽ ആ നിറം കാണണം. അത് സീമയിലല്ല, ശരീരത്തിൽ. അവിടെ അപ്പോൾ പൊന്നു നിറം കാണും. ഇന്ന് ഗ്രന്ഥങ്ങളിൽ പൊന്നു നിറം എന്നാൽ സ്വർണം കിട്ടും, അവിടെ ഇരുന്നാൽ മതി, എല്ലാം കിട്ടും എന്ന് പറയുന്നത് സീമയിലില്ല. നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വചനമായി എഴുതിയിരിക്കുന്നത്. ഞാൻ മാത്രം പുതുമയല്ല. ഈ ശിവപുരാണം വചനം നോക്കി ഇങ്ങനെ പറയുമ്പോൾ എന്നെപ്പോലെ നിങ്ങളും ആകണം. ഇത് എനിക്ക് വേണ്ടി പറയുന്നതുമല്ല, നിങ്ങൾക്ക് വേണ്ടി പറയുന്നതും അല്ല. ആർക്ക് വേണ്ടി? അറിവ് ഉള്ളവർ, ചിന്തിക്കുന്നവർക്ക് ഇത് ആവശ്യപ്പെടും. ഏത് ഗ്രന്ഥങ്ങളും സീമയിലല്ല എന്നാണ് എഴുതിയേക്കുന്നത്. വചനങ്ങൾ, വചനം ഇവിടെ ഞാൻ
ശിവപുരാണം ഭജനം ഓരോരോ വാക്കുകളും പറയുമ്പോൾ എന്ത് തോന്നുന്നു? അർത്ഥങ്ങൾ അത് വചനം അർത്ഥങ്ങളായി അത് പദ്യമാക്കുന്നത് ആ മുനിശ്രേഷ്ഠനായ ആ തത്വത്തിലുള്ളവർക്ക് കഴിയുകയുള്ളൂ. അത് ശരീരത്തിൽ കാണുന്നു. ഒരു വിഷയം നിങ്ങൾ ചിന്തിക്കുക. സീമ എന്നാൽ പുറമേ ഉള്ള വസ്തു. അതിലുള്ളവ എല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളത്. ആരെന്ത് ചെയ്താലും അതിനെ കണ്ട് നമുക്ക് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഫലം ഇല്ല. ശരീരത്തിൽ കാണാം അകമുഖ കാഴ്ച. അതിന് ഇന്നത്തെ പഠിത്തം അല്ല. ആശാൻ, അക്ഷരധ്വനി ആശാൻ, പണ്ഡിതൻ, പാണ്ഡിത്യൻ, മുനിയാകുമ്പോൾ ശരീരം മാത്രമേ പാടുള്ളൂ. വേറെ ഒരു ചിന്തയും പാടില്ല. സീമയിലുള്ളത് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ചിന്ത മാറും. സീമയിലുള്ളത് ഭാര്യ, പെണ്ണ്, എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. 1928 ഗുരു സമാധിയായി. 1927 ഗുരുവിനെ ക്രൈസ്തവർ അന്ന് ദ്രോഹിച്ചു. അന്നും ഗുരു പറഞ്ഞത് അവർ പറഞ്ഞോട്ട്, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്ന് അതിൽ ചുറ്റിപ്പറ്റിയുള്ളവർ എതിർത്തു. 1927 സത്യദീപം പത്രം ഇറക്കി ശരിക്ക് ഗുരുവിനെ ആക്രമിച്ചു. പറഞ്ഞു, ഞങ്ങളുടെ ബൈബിൾ നോക്കി എഴുതിയത് എന്ന്. ഇന്നും പറയുന്നു അത് തെറ്റാണ്. അതിനല്ല നാരായണ ഗുരു സംസ്കൃതം, തമിഴ് കീർത്തനങ്ങൾ, തിരുമൂലരുடைய തിരുമന്ത്രം, 18 സിദ്ധന്മാരുകളുடைய തത്വങ്ങൾ വായിച്ചു സാഹിത്യമായി മനസ്സിലാക്കി എഴുതി. പാമ്പാട്ടി സിദ്ധരുடைய കുണ്ടലിനി യോഗ കവിത, തിരുക്കുറൾ എഴുതി. ഇങ്ങനെ എഴുതുവാൻ ക്രൈസ്തവരുടെ ബൈബിള് വഴി കാണിക്കുമോ? ഞാൻ റെഡി. നാരായണ ഗുരു മാർഗത്തിൽ പറയുവാൻ. തമിഴിലിരുന്ന് മലയാളം നാരായണ ഗുരു എഴുതിയ ശൈലിയിൽ പറയാൻ കഴിയും ശരീരത്തിലിരുന്ന് എന്ന് ശിവപുരാണ ഭജനം നോക്കി. അതുപോലെ ലോകത്തിൽ ഒരു മതസ്ഥർക്കും പറയുവാൻ കഴിയുമോ നേരിട്ട്? നാരായണ ഗുരു ആരെയും ഒരു ശരീരത്തിനെയും തീണ്ടി അല്ല പറയുന്നത്. മതം എന്ന് പറയുന്നത് 6 ആധാരത്തിൽ 6 പകയായ മതം നിങ്ങളിലും ഉള്ളത്. സത്യങ്ങൾ മനസ്സിലാക്കുക.